പറ്റില്ലെന്നുള്ളതാണ്. അപ്പോൾ ഗസ്റ്റ് റൂം അവരുടെ പോയി. നമുക്കാണെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ശരിക്കും പ്രോഗ്രാം തുടങ്ങുന്നത് വരുമ്പോൾ ഏതാണ്ട് 10 മണിയോ 11 മണിയോ കിട്ടുമോ? 11 മണിയാവും. നമുക്ക് ആ സമയത്താണ് നമുക്ക് ഗസ്റ്റ് റൂം വേണ്ടത്. ഗസ്റ്റ് റൂമിൻ്റെ ഫ്രീ ആണെങ്കിൽ നമ്മളത് ഓൾറെഡി അവരെ ഓഫീസിൽ അറിയിക്കുന്നു. നമുക്ക് പ്രോഗ്രാമുള്ളതാണ്, ഗസ്റ്റ് വരും എന്നുള്ള കാര്യങ്ങളെല്ലാം പറയാം. അങ്ങനെയാണല്ലോ നമുക്ക് ഓഡിറ്റോറിയം കിട്ടുന്നത്. അതെന്താ പറയാം, ഇപ്പോൾ നമുക്ക് കിട്ടും. അയ്യോ, അതിന് വേണ്ടിയിട്ട് ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞ് വിട്ടേക്കുന്ന പിള്ളേർ അവരത് എഴുന്നേച്ചിട്ട് ഈ പറയുന്ന ഗസ്റ്റ് റൂമിന് വേണ്ടിയിട്ട് അവർ കിടന്നു ഓടാൻ തുടങ്ങി. ഇവിടുത്തെ താഴ്ചയുള്ളത് ഈ പറയുന്ന സെമിനാറിൻ്റെ ഓർഡറിലൊന്നും ആയിരിക്കുകയല്ല. അകത്ത് കയറി ഇരിക്കാനോ അല്ലെങ്കിൽ സെമിനാർ കേൾക്കാനോ നമുക്ക് നേരം കിട്ടുന്നില്ല. ശരിക്കും അടുത്ത് ഒരു നമ്മളിത് പരിപാടി നടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സംഭവം അതൊരിക്കലും കിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ആളുകളുടെ അച്ഛൻ നടക്കായിരുന്നു. അച്ഛൻ നടക്ക് വന്നത് ഈ പ്രോഗ്രാം അച്ഛൻ എന്താ സംഭവം അറിയില്ല. ആരുടെ വെൽക്കം സ്പീച്ച് ഇത്രയല്ല. അച്ഛൻ വേറെ ഒന്നും അറിയില്ല. മനുഷ്യർ ആരാണെന്നോ അല്ലെങ്കിൽ ഓരോരുത്തർക്ക് എന്താണെന്നോ ഒന്നും അറിയില്ല. അച്ഛൻ വെൽക്കം സ്പീച്ച് കിട്ടുന്നത് അത് ഈ പ്രോഗ്രാം ചാത്ത സാധനം കിട്ടിയാൽ അച്ഛൻ വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അച്ഛൻ ചോദിച്ചു, നീ എന്നെ കാണിച്ചോണ്ട് പ്രോഗ്രാം ചാത്ത പറഞ്ഞു ഈ തലേന്ന് 4:45 മണി ആയപ്പോൾ കടക്കാരെ വിളിച്ച് ഞായറാഴ്ച പ്രിൻ്റെടുത്ത് വെച്ച സാധനം വിളി അപ്പം വേസ്റ്റ്. എന്നിട്ട് എന്നാൽ ഈ സാധനം മേടിച്ചോണ്ട് വരണം എന്ന് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഒറ്റ അത്രയും കിട്ടുന്നില്ല. എന്നിട്ട് കിട്ടി കഴിഞ്ഞ് ഒറ്റ കാരണം ഞാനൊരു സാരി ഒക്കെ നിൽക്കും. എനിക്ക് വന്ന കാര്യം കടക്കാരെ വിളിച്ച് കഴിഞ്ഞപ്പോൾ കടക്കാർ പറഞ്ഞു ആരെ വിളിച്ചോണ്ട് പോകുന്നു പറഞ്ഞു. ഈ സാധനം പോകുകയും ചെയ്തു. ഇത് ആരും മേടിച്ചെന്ന് പറഞ്ഞില്ല. നമുക്ക് പിന്നെ മനസ്സിലായില്ലേ പിന്നെ ചെയ്യുന്നത് കഴിക്കില്ല. എൻ്റെ ദൈവം ഞാനത് കഴിഞ്ഞ് അച്ഛനോടൊക്കെ മൂന്നിട്ട് പറഞ്ഞ് ഉറക്കൊന്നുമിരിക്കാം. എന്നിട്ട് ഞാൻ പിന്നെ മനസ്സിലാക്കി വെച്ചു സാധനം ചെയ്യും ഹോസ്പിറ്റലിൽ വിളിച്ച് കഴിഞ്ഞാൽ പാടെ ഒന്ന് പോകുന്നില്ല. പറഞ്ഞ പടാക്കി ആൾക്കാർ അത് കഴിഞ്ഞ് കടക്കാരെ വിളിച്ച് ആരും മേടിച്ചോണ്ട് പോകുകയും ചെയ്യുന്നു. എന്താ അന്നേരം പറഞ്ഞു ഞാൻ പടാക്കിയതായിട്ട് കടക്കാർക്ക് ആൾക്കാർ അറിയത്തില്ല. അതുകൊണ്ടായിരിക്കും ഇത് വരുന്ന നോക്കി നിൽക്കുക. എപ്പോൾ വരുന്ന അറിയത്തില്ലല്ലോ. പിള്ളേരുടെ എന്നാ നമ്മുടെ എൻട്രൻസിൽ ഇരിക്കുന്ന പിള്ളേർ പെരുന്നാളെ എല്ലാം അതൊക്കെ നോട്ട് ചെയ്ത് എടുക്കാൻ തുടങ്ങി. പെരുന്നാളെ ആൾക്കാർക്ക് അത് ഈച്ചിട്ട് അത് കടക്കായി അകത്ത് വന്നു സാധനം കൊടുക്കണ്ടേ അവർ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. എന്നാണെങ്കിൽ ക്യാരറ്റ് എല്ലാവരും പെട്ടെന്ന് ഇതാക്കി ഫയലിനകത്ത് സെറ്റ് ചെയ്തു. അവർക്കെല്ലാം കൊടുക്കും.